Hello, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. പിള്ളേര് കഴിഞ്ഞോ? കഴിഞ്ഞാ? യെസ്, തുടങ്ങിയാലോ നമുക്ക്? പറയ്, ഓണാക്കി വെച്ചാൽ അവര് പോയാ? യെസ്, ഓക്കെ, തുടങ്ങാം. അപ്പൊ നമ്മള് വൺസ് അഗൈൻ ഗുഡ് ആഫ്റ്റർനൂൺ. വൈകിട്ട് വന്നവർക്ക് വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, കുറച്ച് പേരുള്ളൂ. നമുക്ക് തുടങ്ങാം. ഏകദേശം 10 ആണല്ലോ അല്ലെ? ഓക്കെ, 10 ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഏകദേശം നിർത്തിവെച്ചിരിക്കുന്നത് എംപ്ലോയി ഹെൽത്ത് ആണ്. നമ്മൾ എംപ്ലോയീസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എംപ്ലോയീസ് ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പയർഡ് ടു ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവരും ഒരേ രീതിയിൽ ഫിറ്റ്നസ് ഫോർ ദെയർ വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ആ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് നിലനിന്ന് പോകാൻ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എത്രത്തോളം ഫിറ്റ് ആണ് ഫിസിക്കലി ആൻഡ് മെന്റലി, അവർക്ക് എന്താ പറയുക ശാരീരികപരമായിട്ടും അതുപോലെ മെന്റലിയും അവർക്ക് എത്രത്തോളം ഫിറ്റ് ആകുന്നത് അവർ ആ ഓർഗനൈസേഷനുമായിട്ട്, അതാണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ആരോഗ്യമുള്ളവർ, ഫിസിക്കലി മെന്റലി ആരോഗ്യമുള്ളവരാണെങ്കിൽ ഒരു ഓർഗനൈസേഷനും ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാം. അല്ലാതെ വെറുതെ രോഗമില്ലാത്ത അവസ്ഥയെ നമുക്ക് എന്താ പറയാ ആ രോഗം എന്നുള്ളതാണ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, രോഗമില്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, നമ്മളെപ്പോഴും ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ ചില ജോലികളുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിന് പല രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങളാണെങ്കിൽ ഭേദമാക്കാൻ വേണ്ടി നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കണം. അപ്പൊ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ അങ്ങനെയുള്ള ചാൻസസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ഹെൽത്തി ആയിരിക്കുക, ദാറ്റ് മീൻസ് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകാനുള്ളത് തടയുക. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് യാതൊരു തരത്തിലുള്ള രോഗങ്ങളും അത് റിലേറ്റ് ചെയ്ത് വരാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുക. അതാണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് രണ്ട് ആസ്പെക്ടുകൾ നമ്മൾ പറഞ്ഞു. ഹെൽത്ത് റിസ്കും ഹെൽത്ത് ഹസാർഡും അല്ലെ? ഹെൽത്ത് ഹസാർഡ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട അപകടങ്ങളും ഹെൽത്ത് റിസ്കുകളും. ഹെൽത്ത് ഹസാർഡുകളൊക്കെ നമുക്ക് എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ഒക്കെ ചെയ്യും. നമ്മൾ എത്രത്തോളം നമ്മൾ അവോയ്ഡ് ചെയ്യാനോ ഇപ്പൊ ചില ദുരന്തങ്ങള് അല്ലെ, ചില എന്താ പറയാ കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനെയും ബാധിക്കും. ഒരു പ്രദേശത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു എന്തെങ്കിലും ദുരന്തം, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, അപ്പൊ ആ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഓർഗനൈസേഷനെ കൃത്യമായി ബാധിക്കും. കാരണം അവിടുത്തെ ബിസിനസ്സുകളൊക്കെ ഡള്ളായി പോകും അല്ലെ? അത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്താ പറയാ അവോയ്ഡ് ചെയ്യാനോ മാറ്റി നിർത്താനൊന്നും പറ്റില്ല, അതിങ്ങനെ നടക്കും. ഇപ്പൊ എന്താ പറയട്ടെ, നമ്മുടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി ഇല്ലേ? വെള്ളപ്പൊക്കം നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായോ വെള്ളപ്പൊക്കം? നമ്മുടെയൊക്കെ നാട്ടിൽ നന്നായിട്ടുണ്ടായി. നമ്മളൊക്കെ നമ്മുടെ വീടുകളൊക്കെ എന്താ പറയാ ഒരു ഫ്ലോറൊക്കെ മുഴുവനും മുങ്ങി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എന്താ പറയാ നമ്മള് ഒരു രീതിയിലൊക്കെ നീന്തിയും ഒക്കെ രക്ഷപ്പെട്ട് എവിടെയെങ്കിലൊക്കെ അഭയങ്ങൾ തേടി കുറച്ച് ദിവസം ഒരു 10-12 ദിവസമൊക്കെ അതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് കഷ്ടതകളൊക്കെ ആളുകൾ അനുഭവിച്ചു. നോക്കുക, ഈ ദുരന്തമൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അത് നമുക്ക് പിടിച്ചു കെട്ടാനും പറ്റില്ല, അങ്ങനെയുള്ളത്. അപ്പൊ ഒരു ഓർഗനൈസേഷനിലും നമുക്ക് നേച്ചുറലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളുണ്ട്, അത് ഹെൽത്ത് ഹസാർഡ്. അതല്ല ഹെൽത്ത് റിസ്കുകൾ.
ചില ഈ ഹെൽത്ത് റിസ്കുകളെ നമുക്ക് എന്ത് ചെയ്യാറിയോ, മിനിമൈസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അതിനെ ഇല്ലാതാക്കാം. അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ്, ചില എന്താ പറയാ മുൻകരുതലുകൾ അത്തരം കാര്യങ്ങൾക്ക് എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ അതിന് എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ കൊറോണയൊക്കെ വന്ന സമയത്ത് എന്താ പറയാ, കൊറോണ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾക്കൊക്കെ വന്നപ്പോ ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് മരിച്ചുപോയി. മരിക്കുന്നതുമായിട്ട് ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ആ ആളുകളുടെ അടുത്തേക്ക് ഒന്ന് പോകാനോ, ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിലും അവിടുത്തെ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്ന ആളുകളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ കൊണ്ടുവരാനോ അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാനൊക്കെ ആളുകൾക്ക് പേടിയായിരുന്നു ആദ്യത്തെ സ്റ്റേജിലൊക്കെ കേട്ടോ. കുറച്ചു കൂടെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതിലും വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. ആൾക്കാർ പഴയപടിയായി അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ PPE, അതായത് നമുക്ക് പേഴ്സണലി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ് ഒക്കെ ധരിച്ച് ആണ് അവരെ സമീപിച്ചിരുന്നത്. അതിന്റെ ഡെഡ് ബോഡി ആയിക്കോട്ടെ, മരിക്കാത്തവരാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനായിക്കോട്ടെ പോയിരുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ അത്തരം വീടുകളിലേക്ക് പോകാനായിട്ട് ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, ഇതൊന്നും കുഴപ്പമില്ല, വായുവിലൂടെ പകർന്ന് ജനൽ വഴിയൊക്കെ കയറി എന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഇരുന്നിരുന്നത്. പിന്നീട് അതൊക്കെ ആ ഐഡിയ ഒക്കെ മാറി ആൾക്കാരുടെ മനസ്സിൽ നിന്നതൊക്കെ, പിന്നെ അതൊക്കെ മാറും. അപ്പൊ ഇതുപോലുള്ള ഹെൽത്ത് റിസ്കുകളെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ ചില സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാം. അത് ഓർഗനൈസേഷൻ സ്വീകരിക്കാൻ പറ്റുന്ന നടപടികളുമാണ്. മാത്രമല്ല അതിലേക്ക് കുറയ്ക്കാനും പറ്റും. അപ്പൊ ഹെൽത്ത് ഹസാർഡുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, അതിന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഹെൽത്ത് റിസ്കുകളെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം, മിനിമൈസ് ചെയ്യാം. ആൻഡ് ബൈ ഓഫറിംഗ് ഗുഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ഓൾസോ സേഫ്റ്റി പ്രിക്കോഷൻസ്, നല്ല രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക, നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് ഒരുക്കി കൊടുക്കുക, നല്ല നല്ല ഗൈഡ് ലൈനുകൾ കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇന്ന ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കണം കേട്ടോ എന്നുള്ള മുന്നറിയിപ്പുകൾ, അതുപോലെയുള്ള നിയമങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതൊക്കെ കൃത്യമായി എന്താ പറയാ അനുവർത്തിച്ച് വരികയാണെങ്കിൽ എംപ്ലോയീസിന് യാതൊരു രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടാതെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് ഹെൽത്ത് റിസ്ക് കുറയ്ക്കാൻ പറ്റുന്നു പറയുന്നത്. അതുപോലെ തന്നെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ജോബ് റിലേറ്റഡ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില രോഗങ്ങളെ കുറിച്ചുള്ള ചില അവയർനെസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവരിക. പിന്നെ ഇത് അമിതമായിട്ട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ യു ഹാവ് ടു ബി അവെയർ ഓഫ്, നിങ്ങൾ ഇതിനെ കുറിച്ച് ബോധവാന്മാരാകണം. അപ്പൊ അതിന് ഇന്ന പ്രിക്കോഷൻ എടുത്താൽ മതി എന്നൊക്കെ മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ, ഇവിടെ വരെയല്ലേ എടുത്തേ? ആണോ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു ILO ആൻഡ് WHO ഒരു എന്താ പറയുക ഓർഗനൈസേഷൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ താഴെ പറയുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ILO ആരാ? ഈ ചാപ്റ്റർ പഠിച്ചപ്പോ ഫസ്റ്റ് ഭാഗത്ത് ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരാണ് ILO? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. WHO ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ ഇവരുടെയൊക്കെ അഭിപ്രായത്തില് എന്താ പറയാ ചില എന്താ പറയാ ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം അവരുടെ അഭിപ്രായത്തില്. അതായത് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽ ഓഫ് വർക്കേഴ്സ് ഇൻ ഓൾ ഒക്യുപ്പേഷൻസ്. അതായത് ILO അല്ലെങ്കിൽ WHO പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഫാക്ടറീസ് ആയിക്കോട്ടെ, മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, ശാരീരികപരമായിട്ടുള്ളത്, മാനസികപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള വെൽബീയിങ്, എന്താ പറയാ നല്ലത്, നന്മ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ അതിന് എന്ത് നടപടി സ്വീകരിക്കാം, അതിന് ഒരു പ്രിക്കോഷൻ എന്ത് എടുക്കാം. അതുപോലെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അതിനെതിരെ എന്ത് ചെയ്യുക, നടപടികൾ, പ്രൊമോഷൻസ് അതിന് വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ അതാണ് ILO. അതുപോലെ WHO കൂടി സംയുക്തമായിട്ട് ഓർഗനൈസേഷൻ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചില ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ് പറയുന്നത്, ചില വസ്തുതകളാണ്. ഒന്ന് പ്രൊമോഷനായിട്ട് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ് ഇൻ ഈച്ച് ഓക്യുപ്പേഷൻ. ഓരോ ജോലിയിലും ഉള്ള ജോലിക്കാര് അവരുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്, നന്മ കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും. പിന്നെ വർക്കേഴ്സിന് പല രീതിയിലുള്ള ഇൽ ഹെൽത്ത്, അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ മോശമാണെങ്കിൽ ആരോഗ്യത്തിനും അവർക്ക് എന്താ പറയാ അത് മങ്ങലേൽക്കും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തടയാനായിട്ട്, പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള നടപടികളും ഓർഗനൈസേഷൻ സ്വീകരിക്കണം. ഇപ്പൊ ഉദാഹരണം ഒരു ഫാക്ടറി വർക്കേഴ്സ് ആണ്. ഈ ഫാക്ടറിയിൽ നിന്ന് ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള
വിഷവാതകങ്ങള് അല്ലെ, അതുപോലെ തന്നെ എന്താ പറയാ വിഷം നിറഞ്ഞ മലിനമായ വാട്ടർ അല്ലെ, പൊല്യൂട്ടഡ് വാട്ടർ ഒക്കെ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ പുറന്തള്ളപ്പെടും. അപ്പൊ അതിന്റെ അടുത്തൊക്കെ ഇവര് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന അണുക്കളൊക്കെ ഇവരുടെ ശരീരത്തിലൊക്കെ പ്രവേശിച്ച് പല രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഇൽ ഹെൽത്തിന് സാധ്യതയുണ്ട്. അപ്പൊ അത്തരം വർക്കിംഗ് കണ്ടീഷൻസ്, അപ്പൊ അവരുടെ അറ്റ്മോസ്ഫിയർ ആകെ മൊത്തം എന്താ പറയാ കണ്ടാമിനേറ്റഡ് ആണ്, പല രീതിയിലുള്ള ബാക്ടീരിയാസും മറ്റും ഒക്കെ ആയിട്ട് എന്താ പറയാ മുക്തമല്ല അണുക്കളൊക്കെ നിറഞ്ഞ ഒരു പരിസര പ്രദേശത്തൊക്കെ വർക്കേഴ്സ് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ അനാരോഗ്യം അവർക്കും സംഭവിക്കാം അല്ലെ. ഈ അണുക്കളൊക്കെ അവരുടെ ശരീരത്തിൽ പല രീതിയിൽ പ്രവേശിച്ച് പല പല രോഗങ്ങൾക്കും കാരണമാകാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തടയണം. അതാണ് ILO പറയുന്നത്. അപ്പൊ ഇത്തരം വർക്കിംഗ് കണ്ടീഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ടെങ്കിൽ അതിനെ തടയുക. പ്രിവെൻഷൻ എമംഗ് വർക്കേഴ്സ് ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ വർക്കിംഗ് കണ്ടീഷൻസ്. പല ജോലി സാധ്യതകൾ, ജോലി വ്യവസ്ഥകള് അല്ലെങ്കിൽ ജോലിയുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യമില്ലായ്മയെ തടയണം. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് ILO പറയുന്നതാണ്, WHO പറയുന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും അവർക്ക് ജോലി ചെയ്യുമ്പോൾ കൂലി കൊടുക്കണ്ട, സാലറി കൊടുക്കണ്ടല്ലോ, അപ്പൊ പിന്നെ ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടെന്നല്ല. നാളെയും അവർക്ക് ജോലി ചെയ്യാനായിട്ട് വന്നാൽ മാത്രമേ ഇവിടെ വല്ല പ്രൊഡക്ഷൻ നടക്കുള്ളൂ അല്ലെ. ഇവിടെ എന്തെങ്കിലും നമ്മൾക്ക് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ചില ഹൈജീനിക് അല്ലാത്ത കണ്ടീഷൻസ് ഒക്കെ അതിന്റെ ഇടയിൽ നമ്മളോട് ഇരുന്ന് ജോലി ചെയ്യാൻ പറയുന്നു. അങ്ങനെ 2 ദിവസം 3 ദിവസം ജോലി ചെയ്തു, ഒരാഴ്ച കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും? ഈ വീട്ടിലിരിക്കും അല്ലെ, വയ്യാണ്ടൊന്നും ജോലിക്ക് വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് വരും? ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കുറയും ഇല്ലേ? ഇതുകൊണ്ടൊന്ന് പറ, ഉണ്ടോ ഇല്ലെന്ന് പറ. ആണോ? യെസ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം അങ്ങനെ ഇവിടെ ഉണ്ടെന്നല്ലോ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ മോശമാണെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കി നല്ല നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യതകളെ തടയുക. അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പറയുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം എംപ്ലോയ്മെന്റ് വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദെയർ ഹെൽത്ത്. അതായത് ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന അവേഴ്സ്ലി എഫക്ട് എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? തെറ്റായ രീതിയിൽ, നെഗറ്റീവായ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്ത് രീതിയിലുള്ള ജോലിയാണെങ്കിലും അതിൽ നിന്നൊക്കെ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് വലിയൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അവിടുത്തെ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ജോലിക്കാരുണ്ടെന്ന് വിചാരിക്കാം. കറണ്ടിൽ പ്രവർത്തിക്കുന്ന, കറണ്ട് പോയാലോ അല്ലെങ്കിൽ കറണ്ടുമായിട്ട് പ്രവർത്തിക്കുന്ന മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഇവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് എവിടെയെങ്കിലും പവർ ഫെയിലിയർ ഉണ്ടായി, ആ പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എമർജൻസി അല്ലെങ്കിൽ ജനറേറ്റർ ഒക്കെ ഓൺ ചെയ്യുന്നു. അപ്പൊ അത്തരം മെഷീൻസ് ഒക്കെ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അപ്പൊ അത്തരം മെഷീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വി ഹാവ് ടു ടേക്ക് പ്രിക്കോഷൻസ്. നമ്മൾ അതിന് മുൻകരുതൽ എടുക്കണം. അത്തരം മെഷീൻസിന്റെ ഇടയിലൂടെ ഓടി പോയിട്ട് നമ്മുടെ എന്താ പറയാ അതിനകത്തൊക്കെ മെഷീൻസിനൊക്കെ തൊടുകയോ അല്ലെങ്കിൽ പാർട്സ് ഒക്കെ പ്രവർത്തിപ്പിക്കാനോ ശ്രമിക്കാതിരിക്കുക. അതിന് പ്രിക്കോഷൻസ് ഉണ്ട്. വലിയ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗ്ലൗസുകൾ ഉണ്ട്. അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ആ രീതിയിലുള്ളതൊക്കെ ധരിച്ച് ഒക്കെ വേണം അതിന്റെ അടുത്തേക്കൊക്കെ ചെല്ലാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പെട്ടെന്ന് കറണ്ടൊക്കെ വന്നു, പെട്ടെന്ന് എന്തെങ്കിലും ഷോക്കായി ആളുകൾ മരിക്കുകയോ ഒക്കെ ഇടയാകാൻ സാധ്യതയില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ അവിടെ ജോലി എന്തൊക്കെ ചെയ്യുന്നതോ ആ ജോലി ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികളാണെങ്കിൽ അത്തരം ഡേഞ്ചറസ് സിറ്റുവേഷൻസിനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതായിരിക്കാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. മനസ്സിലായോ? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദയർ എംപ്ലോയ്മെന്റ് ഫ്രം റിസ്ക്. പല റിസ്കുകൾ ഉൾപ്പെടുന്ന ജോലികളിൽ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക, ജോലിക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക. അത്ര മതി, അതിന്റെ ആവശ്യം അത്രേ ഉള്ളൂ ആ സെന്റൻസിന്റെ. ക്ലിയർ ആണോ? ILOന്റെ ആ 3 വസ്തുതകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ എന്തോരം അടയാളപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞുതരാം, അന്നേരം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി. പിന്നെന്താണ്? വർക്കിംഗ് എൻവയോൺമെന്റിൽ നമുക്കൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് അവരൊരു ഒക്യുപേഷണൽ എൻവയോൺമെന്റ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവര് എന്തായിരിക്കണം? എപ്പോഴും അവര് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കൽ എക്യുപ്മെന്റ്, അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന യന്ത്രങ്ങള്, മെഷീൻസ്, എക്യുപ്മെന്റ്, അതുപോലെ തന്നെ അവർക്ക് സൈക്കോളജിക്കലി അവർക്ക് എന്താ പറയാ ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റുകൾ, അവർക്ക് മാനസികപരമായിട്ടും ശാരീരികമായിട്ടുള്ള അടുപ്പമുള്ള മെഷീൻസ് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുക. അല്ലാണ്ട് ഇപ്പൊ ഉപയോഗിക്കാൻ അറിയില്ല, പ്രവർത്തിപ്പിക്കാൻ അറിയില്ലാത്ത മെഷീൻസ് ഒക്കെ ചില ആളുകൾക്ക് കൊണ്ടുപോയി കൊടുത്ത് വെറുതെ അപകടങ്ങൾ സൃഷ്ടിക്കല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ അപകട സാധ്യതകളെ കുറെയൊക്കെ ഒഴിവാക്കാനൊക്കെ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് സ്വീകരിക്കണം എന്നാണ് ILOയും WHO ഒരുമിച്ച് പറയുന്നത്.
മനസ്സിലായി? പ്ലേസിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ വർക്കർ ഇൻ ആൻ ഒക്യുപേഷണൽ എൻവയോൺമെന്റ് അഡാപ്റ്റഡ് ടു ഹിസ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എക്യുപ്മെന്റ്. തനക്ക് ശാരീരികപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ളതും ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻസ് അവർക്ക് കൊടുക്കുക. ഏതിനു വേണ്ടിയിട്ട്? വർക്കേഴ്സിനെ പല രീതിയിലും അത്തരം മെഷീൻസിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളെയൊക്കെ ഒഴിവാക്കാൻ അത്തരം മെഷീൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, പ്ലേസ് ചെയ്യുക. മനസ്സിലായോ? 4 പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റില് നിങ്ങൾ എന്താ പറയാ, യെല്ലോന്റെ അല്ലെങ്കിൽ WHO രണ്ടുപേരെയും കൂടിയുള്ള ചില കണ്ടീഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ദ പ്രൊമോഷൻ ആൻഡ് മെയിന്റനൻസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ് ഓഫ് വർക്കേഴ്സ്. അവിടെ പറയുന്നത് ആ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റില് ഫുള്ള് സെന്റൻസ് അങ്ങനെ തന്നെയുണ്ട്, വർക്കിംഗ് കണ്ടീഷൻസ് വരെ. മൂന്നാമത്തെ പോയിന്റില് പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദെയർ എംപ്ലോയ്മെന്റ് ഫ്രം റിസ്ക്. അവിടെ വരെ മതി. പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് in their employment from risk. അത്രയും മതി. അടുത്തത് placing and maintaining the worker in an occupational employment. Adapted to his physical and psychological equipment. അത് ആ സെന്റൻസ് ഫുൾ ഉണ്ട് കേട്ടാ. 4 പോയിന്റുകൾ ILOന്റെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി അറിഞ്ഞു വെക്കണം. ഇത് ILO അല്ലെങ്കിൽ WHO കൊടുത്തിരിക്കുന്ന ആ ചില എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെൽത്ത് റിസ്കുകളെ ഒഴിവാക്കാൻ കൊടുത്തിരിക്കുന്ന ചില പോയിന്റുകളാണ്. ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജോലി കൊടുക്കുമ്പോൾ എംപ്ലോയീസിന് ഏത് രീതിയിലാണ് അവരുടെ ഫിസിക്കലും മെന്റലും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഉണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ വർക്കേഴ്സിന് എന്താ പറയാ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലിയുടെ അവസ്ഥകളിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെതിരെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, അതിൽ നിന്ന് അവരെ തടയുക. പിന്നെ ഏതെങ്കിലും തരത്തില് അവരുടെ ആരോഗ്യത്തെ ഹാനികരമാക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തിന് ദോഷം വരുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക വർക്കേഴ്സിനെ. പിന്നെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അടുപ്പം ഉള്ള മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റുകളൊക്കെ അവർക്ക് എന്താ പറയാ കൊടുക്കുക, പ്ലേസ് ചെയ്യുക. ഇതൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ് എനിക്ക് തരിക, വേറെ ആളുകൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻസ് അവർക്ക് കൊടുക്കുക. ഈ മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോഴൊക്കെ അറിയില്ലാത്ത മെഷീൻസ് ഒക്കെ കൊടുത്ത് വെറുതെ അപകടങ്ങൾ വിളിച്ചു വരുത്തുക, മെഷീൻ കംപ്ലൈന്റ് ആയി പോകും, ഒരുപാട് നഷ്ടങ്ങൾ അതുമനുസരിച്ച് ഉണ്ടാകും. അപ്പൊ പറ്റാത്തവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കുക. ദാറ്റ്സ് അത്രേ ഉള്ളൂ. 4 പോയിന്റ് ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് ആണ്. എംപ്ലോയീസിന്റെ ഹെൽത്തിന്റെ എന്താ പറയാ പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. എന്തിനാണ് നമ്മൾ എംപ്ലോയീസിന് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എംപ്ലോയീസിനെ ഹെൽത്തി ആക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ചില ലക്ഷ്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്തിന്. ഒന്നാമത്തെ, ടു ഡിക്രീസ് ദ ആബ്സെന്റിസം ആൻഡ് ഓൾസോ ഡിഗ്രി ഓഫ് ലേബർ ടേൺ ഓവർ. ഈ ലേബർ ടേൺ ഓവർ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ, ആബ്സെന്റിസം കുറയ്ക്കാനൊക്കെ ഈ എംപ്ലോയി ഹെൽത്ത് യൂസ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന എംപ്ലോയീസ് എല്ലാ ദിവസവും ജോലിക്ക് വരും അല്ലെ, കൃത്യമായിട്ട് അവരവരുടെ ജോലി കൃത്യമായ സ്ഥലങ്ങളിൽ ഇരുന്ന് വൃത്തിയായി ചെയ്യുന്നു, വൈകുന്നേരം ആവുമ്പോൾ പോകുന്നു, സ്മാർട്ടായിട്ട് വൃത്തിയായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് കമ്മിറ്റ്മെന്റോടെ അവർ ജോലി ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ അവരുടെ സമയം കഴിയുമ്പോൾ അവർ വീട്ടിൽ പോകും. എന്നാൽ ഈ പറയുന്ന എംപ്ലോയീസ് ഹെൽത്തി അല്ലെങ്കിലോ പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് വരാൻ പറ്റില്ല, തീരെ വയ്യാണ്ടായി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ലീവ് എടുക്കും, ആബ്സെന്റ് ആകും. ഇനിയോ ഒത്തിരി നമ്മൾ ആബ്സെന്റ് ആയി ലീവ് എടുത്തു, ഇടയ്ക്കിടയ്ക്ക് മാസത്തിന് പകുതി ദിവസം ലീവ്, അങ്ങനെ പോകുമ്പോൾ നമ്മൾ തന്നെ മടുക്കും, എപ്പോഴെപ്പോഴും ഇങ്ങനെ ലീവ് ചോദിക്കണേ അല്ലെ. അപ്പൊ അതിന് വേറെ നിർത്താം. അപ്പൊ ലേബേഴ്സ് കൊഴിഞ്ഞു പോകും. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ലേബറേഴ്സിന്റെ കൊഴിഞ്ഞു പോക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ജോലിയിൽ അവർക്ക് പലപ്പോഴും ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാം. അപ്പൊ ആ രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ പരമര്യാദയ്ക്ക് വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? നിർത്തും. അയ്യോ ഇത് നമ്മുടെ ആരോഗ്യത്തിന് പറ്റിയ ജോലിയല്ല എന്നുള്ള രീതിയിൽ നിർത്തിക്കളയും. മനസ്സിലായി? അപ്പൊ എംപ്ലോയി ഹെൽത്ത് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഡിക്രീസ് ആബ്സെന്റിസം ആൻഡ് ഓൾസോ ലേബർ ടേൺ ഓവർ. ലേബറേഴ്സ് ലീവ് എടുക്കുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ അവരുടെ കൊഴിഞ്ഞുപോക്കുകളെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. മനസ്സിലായോ നമ്മുടെ പോയിന്റ്? മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ലേബറേഴ്സിന്റെ കൊഴിഞ്ഞുപോക്ക് കേട്ടാ. അടുത്തത് ടു റെഡ്യൂസ് ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ.
എപ്പോഴും എന്താ പറയാ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് അല്ല എങ്കിൽ, ആരോഗ്യത്തോടെയുള്ള എംപ്ലോയീസ് അല്ല, പലപ്പോഴും അനാരോഗ്യമൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു എന്താ പറയാ ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ, ഒരു തൃപ്തിയില്ല നമ്മൾ ചെയ്യുന്ന ജോലി. കാരണം നമുക്ക് എപ്പോഴും അസുഖമാണ്, എപ്പോഴും അസുഖം, നമ്മൾ ഹെൽത്തി അല്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ നമ്മളെ അലട്ടും. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു എന്ത് വരും, ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും കേട്ടാ. അപ്പൊ എംപ്ലോയീസ് ഹെൽത്തി ആയിരുന്നാൽ ഇതൊന്നും ഇല്ലാണ്ടിരിക്കുള്ളൂ. എംപ്ലോയീസ് ഹെൽത്തി അല്ലെങ്കിൽ എന്ത് പറ്റും, ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ. അതിനെ കുറയ്ക്കാനായിട്ട് എംപ്ലോയീസ് എപ്പോഴും എന്തായിരിക്കണം, ഹെൽത്തി, ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ജോലിക്ക് വരുന്നു, തൃപ്തിയായിട്ടിരുന്ന് ജോലി ചെയ്യുന്നു, വൈകുന്നേരം നമ്മൾ വീട്ടിൽ പോകുന്നു, ഒരു പ്രശ്നവുമില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യുന്നില്ല. പക്ഷെ അത് കുറയ്ക്കണമെങ്കിൽ എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായ? അടുത്തത് ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസ്. ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങള് അതിനെ കുറയ്ക്കാൻ നമ്മൾ ഇപ്പൊ ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് പല അസുഖങ്ങളൊക്കെ ആൾക്കാർക്ക് വരും. അപ്പൊ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും, ലീവ് എടുക്കേണ്ടി വരും, മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ജോലിക്കൊന്നും വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് എംപ്ലോയീസ് ഹെൽത്തി ആയിരുന്നാലേ പറ്റുള്ളൂ. ഹെൽത്തി അല്ലായെങ്കിൽ രോഗം വന്ന ആളുകൾക്ക് എപ്പോഴും ആശുപത്രി പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസ്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാകുന്നത് തടയാൻ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇത്തരം രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് എപ്പോഴും എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. എംപ്ലോയീസിന്റെ ഹെൽത്തിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ലക്ഷ്യങ്ങൾ. അടുത്തത് ടു ഡിക്രീസ് ഡാമേജസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എംപ്ലോയീസ് ഹെൽത്തി അല്ല എങ്കിൽ, ആരോഗ്യത്തോടെ അല്ലെങ്കിൽ വന്നിരുന്ന് വലിയ സുഖമൊന്നുമില്ല, വന്നിരുന്നിട്ട് പക്ഷെ കുറെ ലീവ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ദിവസം കൂടി എങ്ങനെ ലീവ് എടുക്കും എന്നുള്ള മനസ്സിൽ തോന്നിയിട്ട് വന്ന് ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് തെറ്റുകൾ വരുത്തുന്നു ചെയ്യുന്ന ജോലിയിൽ. ചിലപ്പോൾ എന്തെങ്കിലും മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അപകടങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ? അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഓർഗനൈസേഷൻ വേണ്ട ആവശ്യമില്ലാത്ത ചെലവുകൾ വരുന്നു, അല്ലെ? ഡാമേജസ് വരുത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും, എന്തെങ്കിലും മെഷീനൊക്കെ ഡാമേജ് ആയി, നമ്മളുടെ ശ്രദ്ധക്കുറവ് വന്നത് എന്തുകൊണ്ടാ? രോഗമുള്ളത് കൊണ്ട്, വയ്യാത്തത് കൊണ്ട്, ശ്രദ്ധയില്ലാണ്ട് നമ്മൾ ചെയ്തു. അപ്പൊ എന്തെങ്കിലും മെഷീൻസ് ഡാമേജ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് റിപ്പയർമെന്റ് വന്നു, അപ്പൊ അതിന് വേറെ ചെലവ് പൈസ കൊടുത്തിട്ട് അത് നന്നാക്കേണ്ടി വരും. അപ്പൊ അതൊരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലേ? പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ പൈസ നമ്മൾ ചെലവാക്കുന്നു. അപ്പൊ അതും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എംപ്ലോയീസ് ഹെൽത്തി അല്ലെങ്കിൽ, എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ടു ഡിക്രീസ് ഡാമേജസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. മനസ്സിലായല്ലോ? അടുത്തത് ടു ഡിക്രീസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്. ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്, പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള വഴക്കും ഇതൊക്കെ. ഇൻഡസ്ട്രിയിനകത്ത് തന്നെ എംപ്ലോയീസ് പല പല ആളുകളാണ്, പല പല വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ പരസ്പരം ആശയങ്ങളിലും പല കാര്യങ്ങളിലും എന്തുണ്ടാകും, എന്താ പറയാ, വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ഒരു ഐഡിയ ആണെന്നില്ല വേറൊരാളുടേത്. അപ്പൊ പിന്നെ മാത്രമല്ല, ഇത്തരം ഹെൽത്തി അല്ല എങ്കിൽ എംപ്ലോയീസിന്റെ എന്താ പറയാ ഇതില് അവര് ഹെൽത്തി അല്ലാത്ത സമയത്താണെങ്കിൽ പരസ്പരം ആവശ്യത്തില്ലാതെ തൊട്ടയും പിടിച്ചതൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടും. അപ്പൊ ദേഷ്യങ്ങളൊക്കെ ചിലപ്പോൾ വഴക്കാകാം, അല്ലെ? വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പൊ അത്തരം ജോലികൾ നമ്മൾ ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിൽ ഇടർച്ച ഉണ്ടാകും, ചിലപ്പോൾ അത് വഴക്കിലേക്കൊക്കെ പോകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഡിക്രീസ് ചെയ്യാൻ എംപ്ലോയീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിക്രീസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. മനസ്സിലായ? അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായോ? യെസ്. അടുത്തത് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ നിലനിർത്താൻ എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കണം. ഡിസിപ്ലിൻ എന്താ? അച്ചടക്കം, അല്ലെ? കൃത്യമായിട്ട് അച്ചടക്കത്തോടെ എംപ്ലോയീസ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിച്ച് കൃത്യമായിട്ടൊക്കെ ഡിസിപ്ലിൻഡ് ആകണമെങ്കിൽ എംപ്ലോയീസ് ഹെൽത്തി ആകണം, അല്ലെ? ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എംപ്ലോയീസ് ഹെൽത്തി അല്ലാതാകുക, അല്ലെ? ഇപ്പൊ വയ്യാണ്ട് നേരത്തെ പോകേണ്ടി വരും, നേരത്തെ പോകുന്നു, അതൊക്കെ ഡിസിപ്ലിൻ അഗേൻസ്റ്റ് ആണ്. അപ്പൊ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണമെങ്കിൽ എംപ്ലോയീസ് ഹെൽത്തി ആയിരുന്നാലേ പറ്റുള്ളൂ. എംപ്ലോയീസ് ഹെൽത്തി അല്ലായെങ്കിൽ അവിടുത്തെ എന്താ പറയാ ഡിസിപ്ലിൻ ഒക്കെ ആകെ താറുമാറാണ്. മെയിൻറ്റെയിനിങ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലാണ് പറ്റുക. മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ ടു ബൂസ്റ്റ് ദ മൊറേൽ ഓഫ് എംപ്ലോയീസ് ആൻഡ് എൻകറേജ് ദം.
എംപ്ലോയീസിന്റെ മുറയിൽ അവരുടെ ആ ഒരു ജോലിയോടുള്ള താല്പര്യം, ജോലിയോടുള്ള സന്തോഷം, ഇഷ്ടം അതൊക്കെ വർദ്ധിപ്പിക്കാൻ എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിലേ പറ്റുള്ളൂ. ഒരു ഹെൽത്തി അല്ലാത്ത വയ്യാണ്ടിരിക്കുന്ന എംപ്ലോയീസോട് പറഞ്ഞ് ചെന്നിട്ട് നമ്മൾ ഇത്രയും ജോലി നീന്ന് പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കണം, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ വെറുതെ തോന്നിയിട്ട് കാര്യമില്ല. കാരണം അവർ ഓക്കെ അല്ല, ഹെൽത്ത് വൈസ് അവർ ഓക്കെ അല്ല. ഓക്കെ അല്ലാതെ നമ്മൾ വൈകുന്നേരം അവർക്ക് ആ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എംപ്ലോയീസിനെ നമുക്ക് അവരുടെ മൊറയിൽ ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ, അവരെ കൂടുതൽ എൻകറേജ് ചെയ്യണമെങ്കിൽ അവർ ഹെൽത്തി ആയിരിക്കുന്ന സിറ്റുവേഷനിലേ പറ്റുള്ളൂ. അൺഹെൽത്തി ആവുന്ന സിറ്റുവേഷനിൽ പറ്റില്ല. അപ്പൊ ടു ബൂസ്റ്റ് ദ മൊറൽ ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ടു എൻകറേജ് ദം. മനസ്സിലായല്ലോ? ഏഴാമത്തെ പോയിന്റ്. ഓക്കെ, അടുത്തത് ടു എൻഹാൻസ് വർക്കേഴ്സ് എഫിഷ്യൻസി ഓർ ഇഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. നല്ല എനർജറ്റിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളും രോഗങ്ങളും ഒന്നും ഇല്ലാത്ത എംപ്ലോയീസിന് അവർ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യും, വളരെ എഫക്റ്റീവ് ആയിട്ട്. ഇപ്പൊ ഒരു തലവേദനയാണ് എനിക്ക്, ഞാനിപ്പോ ഇവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ചിലപ്പോ ഈ ഒരു രീതിയിൽ എനിക്ക് വളരെ എനർജറ്റിക് ആയിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം എനിക്ക് വയ്യായ്ക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചുമ, ഇടയ്ക്കിടയ്ക്ക് ആ ചുമ എന്നെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒന്നൊക്കെ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടോ അതൊന്നും ചിലപ്പോൾ പ്രോപ്പറായിട്ട് എനിക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ എംപ്ലോയീസ് ആർ ഇൻ ഹെൽത്ത്, രോഗമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ. അപ്പൊ രോഗങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് എപ്പോഴും എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ they will give their effective work, productive work. അവർക്ക് അവരുടെ വർക്കിനെ അവർക്ക് പ്രൊഡക്റ്റീവ് ആകുന്ന രീതിയിൽ വളരെ ഉത്പാദനക്ഷമതയോടെ വളരെ കാര്യക്ഷമതയോടെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ടു എൻഹാൻസ് വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓർ ഇഫക്റ്റീവ്നെസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, to encourage and assist the employees so that they can work for a longer time. അതായത് ഇപ്പൊ ഒരു ഇച്ചിരി നേരം കൂടുതൽ ജോലിയൊക്കെ ചെയ്യണം. സാധാരണ വരുന്ന സമയത്ത് വന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 5 മണിക്കോ 4 മണിക്കോ എപ്പോഴാന്ന് വെച്ച് നമ്മൾ പോകുന്നു. പക്ഷെ ഒരു ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്, അപ്പൊ ആ വർക്ക് ഒന്ന് ചെയ്യാനായിട്ട് എംപ്ലോയീസിനോട് പറയാണ്. ഇഫ് ദ എംപ്ലോയീസ് ആർ ഹെൽത്തി, അവർ ഹെൽത്തി ആണെങ്കിൽ അവര് വേണമെങ്കിൽ അത് ചെയ്യാൻ സന്തോഷത്തോടെ ഏറ്റെടുത്ത് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ എന്താ പറയാ ഒരു ഇത് കിട്ടും. അവരെ എൻകറേജ് ചെയ്യിപ്പിച്ച് അവരെ നമുക്കത് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇൽഹെൽത്ത് ആയിട്ടുള്ള വയ്യാണ്ടിരിക്കുന്നത് അത് എങ്ങനെയെങ്കിലും വൈകുന്നേരം ആയാൽ മതി, ഇന്ന സമയത്തൊന്ന് ഇറങ്ങണം പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ഒരു പണിയും കൊണ്ട് വരുമ്പോ ചിലപ്പോൾ അവർക്കത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതൽ സമയം അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം വയ്യായികകളാണ്. നമ്മളുടെ ബോഡി നമ്മൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇത് തന്നില്ലെങ്കിൽ എന്ത് പറ്റും? ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസിനെ കൂടെ നമുക്ക് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ, എൻകറേജ് ചെയ്യിപ്പിക്കാൻ, കുറച്ച് കൂടുതൽ നേരമൊക്കെ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. ക്ലിയർ ആയോ? 9 പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഇതാണ് എംപ്ലോയി ഹെൽത്തിന്റെ ഒബ്ജക്റ്റീവ്സ്. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ? വായിച്ചു നോക്കിയോ? ഓക്കെ, അപ്പൊ അടുത്തത് ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് ആണ്. ഇനി എംപ്ലോയി ഹെൽത്തിന്റെ ചില പ്രധാനപ്പെട്ട ആസ്പെക്ടുകൾ, ഘടകങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ എംപ്ലോയി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആസ്പെക്ടുകളാണ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, നമ്മുടെ എംപ്ലോയീസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആസ്പെക്ട്സ് പ്രധാനമായിട്ടും മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഇങ്ങനെ 3 ആസ്പെക്ട് ആണ് എംപ്ലോയീസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഏതൊക്കെയാ? മെന്റൽ, ഫിസിക്കൽ, സോഷ്യൽ ഹെൽത്ത്. കേട്ടോ, മെന്റൽ ഹെൽത്ത് അറിയാലോ, മെന്റൽ ആയിട്ടുള്ള ആരോഗ്യം എന്ന് വെച്ചാൽ നമ്മുടെ മാനസികപരമായിട്ടുള്ള ആരോഗ്യം. നമുക്കൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി അനുവദിക്കാമായിരിക്കാം. ബോഡിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്, വയ്യായികളൊന്നുമില്ല, ബോഡി ഈസ് വില്ലിംഗ് ടു ഡു എനി വർക്ക്. പക്ഷേ നമുക്ക് ബോഡി സംബന്ധിച്ചാലും മെന്റലി വി ഹാവ് ടു ബി പ്രിപ്പയർഡ് അല്ലെ.
നമ്മൾക്ക് ചില കാര്യങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരിതും കൂടി വേണം. അപ്പൊ മാനസികമായിട്ടുള്ള ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ്, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ. രോഗങ്ങളൊന്നും ഇല്ല നമുക്ക്, പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് എന്തൊക്കെയോ ചില വിഷമങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകള്, അല്ലെങ്കിൽ ദേഷ്യം, അങ്ങനെയുള്ള ചില മനോവികാരങ്ങൾ ഉണ്ടല്ലോ നമ്മളുടെ. ഇതിനൊക്കെ നമുക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല എങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കൂടി കിടക്കാതെ വലിയ ദേഷ്യം അല്ലെങ്കിൽ ചില സങ്കടങ്ങള് ഇങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡി സന്നദ്ധമാണെങ്കിൽ കൃത്യമായി ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ അങ്ങനെയാണോ? നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, നമുക്ക് എക്സ്പീരിയൻസും ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കാര്യവുമായിട്ട് മാത്രം കമ്പയർ ചെയ്യണ്ട. നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടില് നമ്മൾ കാലത്ത് തന്നെ എല്ലാ ദിവസവും രാവിലെ തുടങ്ങി എഴുന്നേറ്റ് സ്ത്രീകളാണ് കൂടുതൽ, കുട്ടികളും ലേഡീസ് പെൺകുട്ടികളൊക്കെയാണ്. അപ്പൊ ഒരു വീട്ടില് പെണ്ണുങ്ങളാണ് ആദ്യമായിട്ട് ഒരു വീടിന്റെ ആദ്യം തന്നെ ചില പല കാര്യങ്ങളും നമ്മൾ തുടങ്ങുക. മിക്ക വീടുകളും, മെജോറിറ്റി, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കളയിൽ പോകുന്നു, കൈ മുഖമൊക്കെ കഴുകി അല്ലെങ്കിൽ കുളിക്കുകയാണെങ്കിൽ കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ട് ആദ്യം തന്നെ ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായയോ എന്തെങ്കിലും ഉണ്ടാക്കി വീട്ടിലുള്ള ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുടിക്കുന്നു, അതിന് ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് ഡെയിലി റുട്ടീനിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ? ഇപ്പൊ നമ്മളത് സന്തോഷത്തോടെ വളരെ രുചികരമായിട്ടുള്ള സാധനങ്ങളൊക്കെ പാചകം ചെയ്ത് അടുക്കളയിൽ ഉണ്ടാക്കിയിട്ട് ടേബിൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് സന്തോഷത്തോടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് കൊണ്ടുവന്ന് വെക്കുക. മറ്റുള്ളവരത് കഴിച്ചിട്ട് സൂപ്പറാണ് എന്നൊക്കെ പറയണം അല്ലെ, അവർക്ക് ഇഷ്ടപ്പെടണം ആ രീതിയിൽ. അങ്ങനെ നമ്മൾ ചെയ്യും. പക്ഷെ ചില ദിവസങ്ങളില് നമ്മുടെ മനസ്സിന് അത്രയും നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ആയിട്ടില്ല, മനസ്സിന് ചിലപ്പോൾ ചില സന്തോഷമില്ല, ചില ദുഃഖങ്ങൾ നിറഞ്ഞ ചില സംഭവങ്ങൾ നമ്മളിലേക്ക് വരുമ്പോ അതേ ഒരു പെർഫെക്റ്റ്നെസ്സോടെ നമുക്ക് ഈ പറഞ്ഞ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വിശപ്പത്ത് വെക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ചോട്ട് പറഞ്ഞേ, പറ്റുമോ ഇല്ലയോ? പറ്റുമോ? ആരോടെ ഞാൻ ഈ പറയുന്നേ? വെറുതെ ആവശ്യമില്ലാത്ത ഉദാഹരണമൊക്കെ ഞാനിത് പറഞ്ഞിട്ട് ആർക്കും പറ്റുമോ? ഇല്ല. നമ്മളിപ്പോ എന്തെങ്കിലും നമുക്കിപ്പോ മനസ്സിന് എന്തെങ്കിലും ദുഃഖം, ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യം ആരുടെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും വയ്യായിട്ട് വന്നു എന്ന് പറയുന്നത് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ രാത്രി വൈകി നമ്മൾ കേൾക്കുന്നു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമുക്ക് ടെൻഷനാണ്, നമുക്ക് നാളെ പോയി കാണുന്നത് വരെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ആണെന്ന് വിചാരിക്കുക. ആ ഒരു മനസ്സുമായിട്ട് നമ്മൾ അടുക്കളയിൽ കയറുന്നു. ഉള്ള കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? പക്ഷെ നമ്മൾ അത്രയും ടേസ്റ്റി ആയിട്ടോ അല്ലെങ്കിൽ അത്രയും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പ്രോപ്പർ ആയിട്ടുള്ള ചിലപ്പോൾ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിലപ്പോൾ ചേർക്കാനും മറന്നു പോകും, കയ്യിൽ നിന്ന് വിട്ടുപോകും അല്ലെ? ഇതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഞാനിപ്പോ പെർഫെക്റ്റ്ലി നമ്മുടെ ഫിസിക്കൽ വൈസ് ഞാൻ ഓക്കെയാണ്, പക്ഷെ എന്റെ മെന്റൽ വൈസ് നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള എന്തെങ്കിലും ഒരു സങ്കടം ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്ലാസ് നമുക്ക് എടുത്ത് തരാൻ പറ്റിയെന്നില്ല. കാരണം എപ്പോഴും എന്നെ ആ ഒരു ചിന്ത തന്നെ അലട്ടിക്കൊണ്ടിരിക്കും അല്ലെ? ഇന്നൊരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ദുഃഖം സങ്കടമൊക്കെ മാറുന്നത് വരെ അതിങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അത് തന്നെയാണ് ഇവിടെയും. അപ്പൊ ഒരു മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ആൻഡ് ഓൾസോ വൺ മോർ ഒരു ആസ്പെക്ട് കൂടി ഉണ്ട് നമ്മളുടെ എംപ്ലോയി ഹെൽത്തിന്, ദാറ്റ് ഈസ് സോഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് കേട്ടോ, സോഷ്യൽ ഹെൽത്ത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നത്. അപ്പൊ ഒന്നാമത്തേത് മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ഇറ്റ്സ് വെരി സിഗ്നിഫിക്കന്റ് ഫോർ എംപ്ലോയീസ് ഹെൽത്ത്. എംപ്ലോയീസിന്റെ ഹെൽത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഏത്? നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്തിനെ നമുക്ക് ഇമോഷണൽ ഹെൽത്ത് എന്നും പറയാം. എന്താണ്? മെന്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഹൗ വി ഫീൽ അബൌട്ട് അതേഴ്സ്. അതായത് നമ്മളോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് അല്ലെ? അവരെയൊക്കെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, അവരോടുള്ള നമ്മളുടെ എന്താ പറയാ മനോഭാവങ്ങൾ എന്താണ്, അവരെ കുറിച്ച് അല്ലെങ്കിൽ അവരിനോടുള്ള നമ്മുടെ സമീപന രീതികള്, ഇതൊക്കെ. അത് മാത്രമല്ല നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാലഞ്ചസ്, നമുക്കെതിരെ വരുന്ന വെല്ലുവിളികളെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ? അതാണ്. അതായത് നമ്മളോടൊപ്പം ഉള്ളവരെ, നമ്മുടെ പ്രവർത്തകരൊക്കെ ഉണ്ടാവും, അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ അവരെയൊക്കെ നമ്മൾ എങ്ങനെ കണക്കാക്കുന്നു, അവരോട് എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം, സമീപനം. മാത്രമല്ല നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് പല ചാലഞ്ചസും ഫേസ് ചെയ്യേണ്ടി വരും, പല കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അതിനെയൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, ഇതൊക്കെയാണ് ഒരാളുടെ മെന്റൽ ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലായോ? അതില് ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തു കേട്ടാ. A significant element of organization health is protection of employees' mental health.
Mental health is also termed as emotional health. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യും. യെസ്, അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെന്റൽ ആരോഗ്യം എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം, നമ്മുടെ പെർസീവ്ഡ് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി, നമ്മുടെ സ്വയം കാര്യക്ഷമത, എനിക്ക് എന്റെ ജോലി ചെയ്യാൻ എത്രത്തോളം കാര്യക്ഷമമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും, പിന്നെ ഇൻഡിപെൻഡൻസ്, സ്വയം നിൽക്കാനുള്ള ഒരു കഴിവ്, കോമ്പറ്റീറ്റീവ്നെസ്, മത്സരത്തെ എങ്ങനെയൊക്കെ നമുക്ക് സമീപിക്കാം, മറ്റുള്ളവരോടുമായിട്ടുള്ള നമ്മുടെ മത്സര്യം അല്ലെ, മത്സരബോധം, അത്, പിന്നെ നമ്മുടെ പ്രൊഫിക്കസി, നമ്മുടെ എഫിഷ്യൻസി, പിന്നെ നമ്മുടെ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് മറ്റുള്ളവരെയും മറ്റുള്ള നമ്മുടെ ജോലിയോട് കൂടെയുള്ളവരെയൊക്കെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഇമോഷണൽ കപ്പാസിറ്റി, ഇതൊക്കെ മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, നമ്മൾ സ്വന്തമായിട്ട് നിൽക്കുകയാണോ, സ്വന്തം കാലിൽ നിൽക്കുകയാണോ, നമ്മുടെ കാര്യക്ഷമത, അതുപോലെ നമ്മുടെ സന്തോഷം, നമുക്ക് മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള ആളുകളെയൊക്കെ മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി, ഇതൊക്കെയാണ് മെന്റൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെന്റൽ ഹെൽത്ത് ബോറായാൽ അല്ലെങ്കിൽ അത് എന്താ പറയാ മോശമായാൽ, നമ്മുടെ ആരോഗ്യസ്ഥിതി, മാനസിക ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും രീതിയിൽ തകരാറ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇത് ലീഡ്സ് ടു ആബ്സെന്റിസം, ലെസ് പ്രൊഡക്ഷൻ, ഇൻക്രീസ് ഇൻ അസോസിയേറ്റഡ് കോസ്റ്റ്. എന്തിലൊക്കെയാണ് ബാധിക്കാതെ? എങ്ങനെയൊക്കെയാണ്? ആബ്സെന്റിസം, നമുക്ക് മെന്റലി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ജോലിയിൽ, അതും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ വീട്ടിലിരിക്കാനുള്ള സാധ്യതകളെ കൂട്ടും. എന്നുവെച്ചാൽ നമുക്ക് മാനസികമായിട്ട് ആരോടും അടുക്കാൻ പറ്റുന്നില്ല, ഓർഗനൈസേഷനിൽ ചെന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ അല്ലെ, നമുക്ക് ആരും ഇല്ലാത്തൊരു ഫീലിങ്, അങ്ങനത്തെ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അവർ പോകാൻ തോന്നാതിരിക്കുക, അപ്പൊ ലീവ് എടുക്കുക, വീട്ടിലിരിക്കുക. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഓർഗനൈസേഷൻ എംപ്ലോയീസ് മെന്റലി ഹെൽത്തി അല്ല എങ്കിൽ ഒരുപാട് പേര് ലീവ് എടുക്കും. അങ്ങനെ ഒബ്വിയസ്ലി നമുക്കറിയാം പ്രൊഡക്ഷൻ കുറയും, ഉത്പാദനം കുറയും, അനുബന്ധ ചെലവുകൾ കൂടുകയും ചെയ്യും, ആവശ്യമില്ലാത്ത കുറെ ചെലവും വരും. കാരണം ഉത്പാദനം കുറയുന്നു എങ്കിലും മറ്റ് ചെലവുകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ യാതൊരു രീതിയിലുള്ള പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പക്ഷെ അവിടുത്തെ മറ്റ് ചെലവുകളുണ്ട്. അതിന്റെ റെന്റ്, ചിലപ്പോ ആ ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്ന ഒരു റെന്റഡ് ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്ങിലോ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ വരുന്ന ഇലക്ട്രിസിറ്റി ചാർജസ്, ഇതൊക്കെ അസോസിയേറ്റഡ് കോസ്റ്റ് ആണ്. ഇതൊക്കെ ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. വെറുതെ അതൊക്കെ വെറും പാഴ്ചെലവുകളായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന്റെ ആ ഒരു രണ്ടാമത്തെ പാരഗ്രാഫില് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അഡ്വേഴ്സ്ലി അഫക്ട് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ദ ഫോം ഓഫ് ഹൈ ലെവൽ ഓഫ് ആബ്സെന്റിസം, ലെസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ അസോസിയേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്ന ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ്. ഇനി മെന്റൽ മെന്റൽ ഹെൽത്ത് കൊണ്ട് മറ്റ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. നെഗറ്റീവായിട്ട് അത് എന്താ പറയാ, ചെയ്യുന്ന ജോലിയെ ബാധിക്കും. ഞാൻ ചെയ്യുമ്പോൾ എന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ പല എന്താ പറയാ തെറ്റുകൾ, റോങ്സ്, തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കയറി വരാം. ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ, നമ്മുടെ മൈനസ് ഇവിടെയൊന്നും അല്ല, കോൺസെൻട്രേറ്റഡ് അല്ല, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം അല്ല, ഡാറ്റയൊക്കെ സേവ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊക്കെ തെറ്റുകൾ വരാം. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആവൂല കേട്ടോ. അപ്പൊ അതിനൊക്കെ നെഗറ്റീവായിട്ട് നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കും. മാത്രമല്ല ലീഡ്സ് ടു സ്ട്രെസ്, ഭയങ്കരമായിട്ട് എംപ്ലോയീസ് സ്ട്രെസ്സും, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് തന്നെ അവർക്ക് യാതൊരു രീതിയിലും എന്താ പറയാ അവരുടെ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പ്രോബ്ലത്തിലേക്ക് തന്നെ മെന്റൽ ഹെൽത്ത് നയിക്കും. നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ, മെന്റൽ ഹെൽത്ത് നെഗറ്റീവ് ആണെങ്കിലാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. മനസ്സിലായല്ലോ? അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇനി ആൻഡ് ഓൾസോ വേരിയസ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയാ ബെറ്റർമെന്റിന് അല്ലെങ്കിൽ വെൽബീയിങ് ഓഫ് എംപ്ലോയീസ്. നമുക്ക് ജോലി സ്ഥലത്ത് ഈ പറയുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ എന്താ പറയാ നമ്മുടെ ജോലിക്കാരുടെ, ഓർഗനൈസേഷനിലെ ജോലിക്കാരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇവരുടെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് ബാധിക്കാൻ സാധ്യതയുണ്ട്? ഒന്ന് എന്താ പറയാ ചൗട്ടിക് വർക്ക്. ചൗട്ടിക് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ജോലിയൊക്കെ പല രീതിയിൽ താറുമാറായി തകർന്നടിഞ്ഞ് ഇതായിട്ട് കിടക്കുക എന്ന് വെച്ചാൽ
ഒരു കൊളാപ്സ്ഡ് ആയിട്ടുള്ള വർക്ക്, കൊളാപ്സ്ഡ് വർക്ക് എന്നാണ് പറയുക, ചാവോട്ടിക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോപ്പർ അല്ല, ഒരു നേരെ പോലത്തെ ജോലി ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പകുതിയൊക്കെ ഇട്ട് തകിടം മറിഞ്ഞു കിടക്കുന്ന ജോലി. പിന്നെ എക്സസ് റെസ്പോൺസിബിലിറ്റി, കുറെ ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിച്ച് ചില ജോലിക്കാർക്ക് കൊടുക്കാം. ഇതൊക്കെ അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കുറെ ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ അങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇതൊക്കെ എപ്പോ ചെയ്തു തീർക്കും എന്നുള്ള ഉത്തരവാദിത്വം ഒക്കെ കൂടി വരുമ്പോ അവർക്ക് മെന്റലി അവരുടെ ഇത് റിലേ നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ മെന്റൽ സ്ട്രെസ്സിനെ ബാധിക്കുന്ന ഒന്നാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കാം. പിന്നെ ബോറിംഗ് വർക്ക് കൊടുക്കുക, ഒരു ഇഷ്ടമില്ലാത്ത ഒരു ജോലി, ആൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ബോറിംഗ് വർക്കുകൾ കൊടുക്കുക. പിന്നെ എപ്പോഴും ഈ ഷിഫ്റ്റ് ബേസ്ഡ് ജോലി കൊടുക്കുക. ഷിഫ്റ്റ് ആയിട്ട് ഇപ്പൊ കാലത്ത് വരുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇന്ന സമയത്ത് വന്നാൽ മതി, അങ്ങനെ മാറി കൊടുക്കുക. ഒരു റെഗുലാരിറ്റി ഇല്ലാത്ത ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോഴും മെന്റൽ സ്ട്രെസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ പറയാ, വർക്ക് ലോഡ്, ഒരുപാട് വർക്കുകൾ കൊടുക്കുക. ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല, ജോലിയും കുറെ ആണ് കൊടുക്കുക. ദീസ് ആൾ ലീഡ്സ് ടു ദ മെന്റൽ ഹെൽത്ത് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ആണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ എംപ്ലോയീസിന് ചിലപ്പോഴൊക്കെ എന്താക്കും, അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഇതുകൊണ്ട് പല രീതിയിലുള്ള ബേൺ ഔട്ട്സ്, ഹോപ്പ്ലെസ്നെസ്, സ്ലീപ്ലെസ്നെസ്, എക്സേഷൻ, ബോറടി, പിന്നെ ഉറക്കമില്ലായ്മ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുക, എന്തോ ഒരു പ്രത്യേക അവസ്ഥയിലായി മാറും എംപ്ലോയീസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ പറയുന്ന എംപ്ലോയീസിനെ കൊണ്ട് ഇത് മുഴുവൻ കുട്ടീനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ചെയ്യിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് പറ്റുന്നുണ്ടോ, അവരത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, അവര് അതിൽ ഓക്കെ ആണോ എന്നൊന്നും ശ്രദ്ധിക്കാതെ കൊടുത്തോണ്ടേ ഇരിക്കുക. അവരുടെ മാനസികാവസ്ഥയൊന്നും പരിഗണിക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, പിന്നീട് ലാസ്റ്റ് വലിയ ബുദ്ധിമുട്ടിലേക്ക് അത് പോകും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായോ? വേരിയസ് ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈക്കോളജിക്കൽ വെൽബീയിങ് എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അതായത് എംപ്ലോയീസിന്റെ അവരുടെ സൈക്കോളജിക്കൽ, മാനസികപരമായിട്ടുള്ള നന്മയ്ക്ക് കോട്ടം വരുത്തുന്ന ചില ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ടൈം കൺസ്ട്രെയിൻഡ്, ചവോട്ടിക് വർക്ക്, എക്സസ് റെസ്പോൺസിബിലിറ്റീസ്, ബോറിംഗ് വർക്ക്, ഷിഫ്റ്റ് ബേസ്ഡ് ജോബ്, വർക്കിംഗ് അണ്ടർ പ്രഷർ ആൻഡ് വർക്ക് ലോഡ്. പ്രഷർ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുക, നിർബന്ധിച്ച് സമയവും ഒക്കെ കൂട്ടി ഭയങ്കരമായിട്ട് അവരെ കൊണ്ട് എന്താ പറയാ കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കും. ആ ഒരു സെന്റൻസ് മാത്രം അതിനകത്ത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, പറഞ്ഞോട്ടെ അടുത്തത്. അപ്പൊ രണ്ടാമത്തെ ആസ്പെക്ട് ആണ് എംപ്ലോയി ഹെൽത്തിന്റെ. സെക്കൻഡ് ആസ്പെക്ട് ആണ് ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റേത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ഒരു ശാരീരിക ആരോഗ്യം ഉണ്ടായാലാണ് അവർക്ക് ജോലിക്ക് കൃത്യമായിട്ട് സമയത്തിനൊക്കെ വന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അസ്വസ്ഥകള് ശരീരത്തെ ബാധിച്ചാൽ, പനി, തലവേദന, ചുമ, എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് അവർ സഫർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, അവരെ അങ്ങനെയുള്ളപ്പോഴാണ് എന്ത് പറയാ, ഇൽ ഹെൽത്ത് ഓർ ബാഡ് ഹെൽത്ത് എന്ന് വിളിക്കുക. എന്താ പറയാ, ആരോഗ്യം മോശമാണ് അല്ലെങ്കിൽ അസുഖമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നപ്പോഴാണ് അവര്, ഇഫ് എ പേഴ്സൺ ഈസ് സഫറിംഗ് ഫ്രം സം ഡിസീസ്, എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇൽ ഹെൽത്ത് അല്ലെങ്കിൽ ബാഡ് ഹെൽത്ത് എന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് അറിയാമോ, എംപ്ലോയീസ് വളരെ കുഞ്ഞു കാര്യത്തിലൊക്കെ they becomes frustrated and also they quarrel on tiny matters. ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും, ഭയങ്കരമായിട്ട് മറ്റുള്ളവരായിട്ടൊക്കെ വഴക്കിടാനൊക്കെ നോക്കും. അത് ഹെൽത്ത് മോശമാണെങ്കിലാണ് ഇതിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു എംപ്ലോയിക്ക് ജോലി ചെയ്യാൻ. അല്ല, മെന്റൽ ഹെൽത്ത് മാത്രം പോരാ, ഫിസിക്കൽ ഹെൽത്ത് മാത്രം പോരാ. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഉണ്ടായാൽ എംപ്ലോയീസിന് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ബോത്ത് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായി? ഫിസിക്കൽ ഹെൽത്ത് അറ്റ് ദ സെയിം ടൈം പാരലൽ ആയിട്ട് മെന്റൽ ഹെൽത്തും വേണം, മനസ്സിലായോ? അപ്പൊ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താ പറയാ, ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, അത് നെഗറ്റീവ് ആണെങ്കിൽ, ഫിസിക്കൽ എനർജി മോശമാണ് ആണെങ്കിൽ എന്ത് പറ്റും, അത് നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ആയിരിക്കും ഓർഗനൈസേഷനിൽ കൊണ്ടുവരാം. മോശമായ രീതിയിൽ ചെയ്യുന്ന ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പകുതിക്ക് ഇട്ടിട്ട് പോകേണ്ടി വരും, പകുതി ആകുമ്പോൾ ചിലപ്പോൾ വിട്ട് പോകേണ്ടി വരും, വയ്യാതെ വരുമ്പോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ വയ്യായ്ക കൊണ്ട് തെറ്റുകൾ വരാം, നേരത്തെ മെന്റൽ ഹെൽത്തിൽ വന്ന പോലെ തന്നെ. മാത്രമല്ല ഇറ്റ് വിൽ അഫക്ട് ഹിസ് കോൺഫിഡൻസ്, എന്റെ കോൺഫിഡൻസും നഷ്ടപ്പെട്ടു പോകും. വയ്യാണ്ടിരിക്കുകയാണല്ലോ,
അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ, ചെയ്തു തീർക്കാൻ പറ്റുമോ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇത് കോൺഫിഡൻസ് ലെവലിനെയും ബാധിക്കും. ആൻഡ് ഓൾസോ ഇമോഷണൽ ഡിസ്റ്റർബൻസിലേക്ക് പോകും. മനസ്സിലായോ? ഈ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി അവർ ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്തിനെയും എഫക്ട് ചെയ്യും. ക്ലിയർ ആണോ? മനസ്സിലായോ? സാധാരണ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓൺ ടൈനി മാറ്റേഴ്സ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. യെസ്, പറഞ്ഞോട്ടെ. അടുത്തത് പറയട്ടെ. എല്ലാവരും ഉണ്ടോ അവിടെ? സൗണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരും അവിടെ തന്നെ ഉണ്ടോ? ഓക്കെ അല്ലേ? ക്ലാസ്സുകളൊക്കെ ഏകദേശം തീരാറാകുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ? ഒന്ന് പറഞ്ഞേ, ആണോ അല്ലേ എന്ന്? ആണ് അല്ലേ? ഓൾമോസ്റ്റ് ഓരോരുത്തരുടെയൊക്കെ തീരാറായി. ഏത് ചാപ്റ്റർ എടുക്കാത്തത്? നീ ഏത് ചാപ്റ്റർ ഒട്ടും എടുക്കാത്ത എന്ന് പറഞ്ഞേ? യെസ്, ഫോർത്ത് വൺ, ടാലന്റ് മാനേജ്മെന്റ് അല്ലേ? 4ാമത്തെ മൊഡ്യൂളാണ് എടുക്കാത്തത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എന്റേതും ഓക്കെ. അപ്പൊ അവര് അത് പിന്നെ കുറച്ചുള്ളൂ തോന്നുന്നു. ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ കുറച്ചേ ഉള്ളൂ. വലിയ വലിയ ചാപ്റ്ററുകളൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു. ടാലന്റ് മാനേജ്മെന്റിൽ എത്ര പേജ് ഉണ്ടാവോ ചാപ്റ്റർ? 3 4 അങ്ങനെ കണ്ട് കുറച്ച് പേജസ് മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലെ? ഏറ്റവും കൂടുതൽ പേജസ് ഉള്ളതാണ് ഈ 5ഉം 6ഉം പിന്നെ 2 കുറച്ചിങ്ങനെ വിശാലമായി കടൽ പോലെ കിടക്കാണ്. എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ അടുത്തെത്താറായിട്ടുണ്ടോ ടീച്ചറിന്റെ? നിങ്ങൾ ഉറക്കം വരുന്ന പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നേ. ഉണ്ടോ? തീരാറായുണ്ടോ മിസ്സിന്റെ? ഓക്കെ ഓക്കെ. യെസ്, അടുത്തത് 3ാമത്തെ ആസ്പെക്ട് ആണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെയാണ്, അത് നമ്മൾ ഹെൽത്തി ആണെന്ന് പറയും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്തകളൊന്നും ഡിസ്റ്റർബ്ഡ് അല്ല, പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ അങ്ങനെയൊന്നും പ്രസന്റ് സമയത്ത് ഇല്ലായെങ്കിൽ നമ്മളെല്ലാവരും മെന്റലി ഓക്കെയാണ് അല്ലെ? മെന്റൽ ഹെൽത്തും ഓക്കെയാണ്. ഇത് രണ്ടും പോരെ ഒരാൾക്ക് ജോലി ചെയ്യാൻ? ഒരാളാണ് ആര് പറയുന്നത്? WHO പറയുന്നത്. അപ്പൊ WHO ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 1947 ഒരു കോൺസെപ്റ്റ് കൂടി, ഒരു ആസ്പെക്ട് കൂടി ഓർഗനൈസേഷൻ ഹെൽത്തിൽ ഇൻക്ലൂഡ് ചെയ്തു, വിച്ച് ഇസ് നോൺ ആസ് സോഷ്യൽ ഹെൽത്ത്. അതാണ് സോഷ്യൽ ഹെൽത്ത്. മനസ്സിലായി? സാധാരണ ഒരു ആൾക്ക് ജോലി ചെയ്യുന്നിടത്ത് അവരുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഓക്കെയാ മതി. പക്ഷെ ഒരെണ്ണം കൂടി അവിടെ വേണമെന്ന് അവർക്ക് മനസ്സിലാക്കി അങ്ങനെ ഒരു പുതിയ ഒരു ആസ്പെക്ട് കൂടി അല്ലെങ്കിൽ ഒരു പുതിയ കോൺസെപ്റ്റ് കൂടി ഓർഗനൈസേഷൻ ഹെൽത്തില് കൊണ്ടുവന്നു. അതാണ് സോഷ്യൽ ഹെൽത്ത്. 1947 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ ഒരു കോൺസെപ്റ്റ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. ഈ പറയുന്ന കോൺസെപ്റ്റ് ഹെൽത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഹെൽത്തിനോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കേണ്ട ഒന്നാണ് സോഷ്യൽ ഹെൽത്ത്. സോഷ്യൽ ഹെൽത്തും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിറ്റർമിനന്റ്, ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഇതാണെന്ന് എന്ത് ചെയ്തു പറഞ്ഞു. സെക്കൻഡ് ടേം കഴിഞ്ഞിട്ടാണ്, ഫസ്റ്റ് ടേമിന്റെ എക്സാം കഴിഞ്ഞല്ലേ? 1, 2, 3 ചാപ്റ്റേഴ്സിന്റെ ഇത് കഴിഞ്ഞില്ലേ? സെക്കൻഡ് ടേം കഴിയണമെന്നുണ്ടെങ്കിൽ 4, 5, 6 അത് ഫുള്ള് തീർന്നിട്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഡ്യൂറേഷന്റെ ആ ഒരു സമയത്താണ് അത് ഞാൻ പറഞ്ഞത്. ഡ്യൂറേഷൻ തീരാറായിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ എന്നാ തുടങ്ങിയ ക്ലാസ് ഒന്നും അതിപ്പോ അവസാനിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകം കൂടി ഉണ്ട് എന്ന് WHO കണ്ടെത്തി. 1947 ഹെൽത്തിനോടൊപ്പം സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കൂടി അവർ ആഡ് ഓൺ ചെയ്തു. അപ്പൊ സോഷ്യൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നിട്ട് WHO പറഞ്ഞ കാര്യം എന്താണെന്നല്ലോ? ഇഫ് ആൻ ഇൻഡിവിജ്വൽസ് സോഷ്യൽ ഹെൽത്ത് ഈസ് ഗുഡ്,
ഒരു വ്യക്തിയുടെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഹെൽത്ത്, ആരോഗ്യം നല്ലതാണെങ്കിൽ then his overall health is good. അങ്ങനെയാണെങ്കിൽ ആളുടെ മൊത്തത്തിലുള്ള ഹെൽത്ത് ഓക്കെ ആണ്, ഗുഡ് ആണ്, പെർഫെക്റ്റ് ആണെന്നാണ് WHO പറയുന്നത്. എന്താണ്? If an individual's social health is good, then his overall health is also good. മനസ്സിലായോ? സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹ്യപരമായ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് വർത്തിക്കുന്നു. ചിലർക്ക് സമൂഹമായിട്ട് മറ്റുള്ളവരോടൊക്കെ എപ്പോഴും കാണുമ്പോഴൊക്കെ ദേഷ്യം അല്ലെങ്കിൽ മറ്റു വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ, അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരെയും നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ അവരുമായിട്ട് എങ്ങനെ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരോടുള്ള നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണ്, ഇതൊക്കെയാണ് സോഷ്യൽ ഗുഡ്നെസ് എന്ന് പറയുന്നത്. ഒരാളുടെ സോഷ്യൽ ഹെൽത്ത്. ഇപ്പൊ ഒരാള് എല്ലാവരോടുമായിട്ട് നല്ല രീതിയിലുള്ള സമീപനം, മറ്റുള്ളവരായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല, അങ്ങനെ വരുമ്പോ ഒരു സോഷ്യൽ ഹെൽത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ചില ആൾക്കാരുണ്ട് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്താ പറയാ അവരോട് സമീപിക്കുന്ന രീതി മോശമായ രീതിയിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ സോഷ്യൽ ഹെൽത്ത് ഓക്കെ അല്ല, ഗുഡ് അല്ല, ബാഡ് സോഷ്യൽ ഹെൽത്ത് ആണ് അവർക്കുള്ളത്. മനസ്സിലായി? അപ്പൊ സോഷ്യൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ, ഗുഡ് ആണെങ്കിൽ ഒരാളുടെ ഓവറോൾ ഹെൽത്തും ഗുഡ് ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ WHO പറയുന്നത്. അപ്പൊ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും നമ്മളൊരു ഇൻഡിവിജ്വലിന്റെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ ഹെൽത്ത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിന്റെ ഒരു റിസൾട്ട് ആണ്. മനസ്സിലായത്? നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ വെൽഫെയർ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതൊക്കെയാണ് ഒരാളുടെ സോഷ്യൽ ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുന്ന രീതി, അവരോടുള്ള നമ്മുടെ അപ്രോച്ച്, അതിന്റെ ഒരു ഫലം. മനസ്സിലായത്? നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ആളുകൾക്ക് മാത്രമേ, സോഷ്യലി ഹെൽത്ത് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാത്തവരെ എപ്പോഴും മറ്റുള്ളവരോട് എപ്പോഴും എന്തെങ്കിലും വഴക്കും വക്കാണോ ഒക്കെ ആയിട്ട് ഒരു നല്ല റിലേഷൻ ഇല്ലാതെ, നല്ലൊരു ബോണ്ടിങ് ഇല്ലാതെ പല ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അതൊരു സോഷ്യൽ ഹെൽത്ത് അല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ ആയോ? മെന്റൽ ഹെൽത്തും നമ്മളുടെ ബോഡി ഹെൽത്തും ഒക്കെ, ബോഡി ഹെൽത്ത് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മെന്റൽ ഹെൽത്ത്. അതേസമയം സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അതിന്റെ ഒക്കെ റിസൾട്ട്, അതാണ് നമ്മളുടെ സോഷ്യൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിൽ നമുക്ക് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെയും മൂന്നാമത്തെയും. രണ്ടാമത്തെ അതിന്റെ ഇടയിലുണ്ട്, അത് വേണമെന്നില്ല. ഒന്നാമത്തെ സെന്റൻസ്, കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഹെൽത്ത് വാസ് ഒറിജിനേറ്റഡ് ബൈ WHO in 1947. അതും അടുത്തത്, according to WHO, if an individual's social health is good, then his overall health is also good എന്നുള്ളത്. ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ നമ്മള് എംപ്ലോയീസ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, എംപ്ലോയീസ് ആരോഗ്യത്തോടെ ഇരിക്കണം, എന്നാലാണ് ഓർഗനൈസേഷനിൽ അവരുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് ആളുകൾ ചെയ്യുള്ളൂ. അനാരോഗ്യമുള്ള എംപ്ലോയീസ് ആണ് കൂടുതൽ ഒരു ഓർഗനൈസേഷനിൽ ഉള്ളതെങ്കിൽ അവിടെ ശരിയായ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തില്ല. പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ ഓർഗനൈസേഷൻ അതിൻ്റെതായ പ്രോഫിറ്റബിലിറ്റി ലക്ഷ്യങ്ങളൊക്കെ നേടാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ്സ് വരും, അല്ലെ? ഓർഗനൈസേഷൻ ഇമേജ് ഒക്കെ ഇല്ലാണ്ടാകും. അപ്പൊ അതിന് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷൻ വേണം. അപ്പൊ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ ഹെൽത്തി ആക്കാൻ, ഹെൽത്ത് റിസ്കുകളെ കുറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസേഷൻസിന് ചെയ്യാൻ പറ്റും. അതിന് ചില സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളുണ്ട്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. എംപ്ലോയീസിനെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഓരോ ദേശവും, ഓരോ സ്റ്റേറ്റ്, ഓരോ എന്താ പറയാ സ്റ്റേറ്റിന്റെ മലയാളത്തിൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ഓരോ എന്താ പറയാ നമ്മളുടെ സ്റ്റേറ്റിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അവിടെയൊക്കെ പല പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒക്കെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയീസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളാണ്. അക്കോർഡിംഗ് ടു ദ ഫാക്ടറീസ് ആക്ട് 1948, ഇൻ ഇറ്റ്സ് ചാപ്റ്റർ 3, ഒരു എന്താ പറയാ നമ്മളുടെ ഓരോ ആക്ടുകൾ ഉണ്ടല്ലോ, ഓരോ നിയമങ്ങളൊക്കെ നടപ്പിലാക്കി കഴിയുമ്പോൾ ഓരോ ആക്ടുകൾ കൊണ്ടുവരും.
അപ്പൊ ഇതിനകത്ത് ഫാക്ടറീസ് ആക്ട് 1948 1948 സ്ഥാപിതമായ ഫാക്ടറീസ് ആക്ട് ഉണ്ട്. ഫാക്ടറികൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് ആണ്. അതിൽ ചാപ്റ്റർ 3 മൂന്നാമത്തെ അധ്യായത്തില് ചില പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ഓർ ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ ദ പ്രോപ്പർ എൻവയോൺമെന്റ് ഓഫ് ദ ഫാക്ടറി വർക്ക് ഇൻ ദ ഫാക്ടറി. ഒരു ഓർഗനൈസേഷൻ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രോപ്പർ എൻവയോൺമെന്റ്, അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ വിശദമാക്കുന്ന കുറെ നിയമങ്ങള് ഈ ചാപ്റ്റർ 3 ഏത് ചാപ്റ്റർ 3 ഫാക്ടറീസ് ആക്ട് 1948 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് കുറെ ഉണ്ടാവും, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. മനസ്സിലായോ? എന്നാണ് ആ ഫാക്ടറീസ് ആക്ട് 1948 നിലവിൽ വന്നത് എന്നുള്ള കാര്യം അത് സെന്റൻസ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്രൊവിഷൻസ് നമ്മുടെ വർക്കേഴ്സിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് ചാപ്റ്റർ 3 കേട്ടോ. ആ ചാപ്റ്റർ 3 അതൊന്നും അണ്ടർലൈൻ ചെയ്തേക്കണം, ആ ഒരു സെന്റൻസ്. ഇനി പഠിക്കാൻ പോകുന്നത് കുറെ നിയമങ്ങളാണ്. ആ നിയമങ്ങളെല്ലാം കുറെ സെക്ഷൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സെക്ഷൻ 11 തുടങ്ങി സെക്ഷൻ 21 അല്ലേ 21 വരെ 20 സെക്ഷൻ 20 വരെ കുറെ എന്താ പറയാ സെക്ഷൻസ് ഈ ചാപ്റ്റർ 3 എംപ്ലോയീസ് ഹെൽത്തി ആകാൻ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ് ഇനി ഓരോന്നില് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ഓരോ സെക്ഷൻസ് ഒന്നും നിങ്ങൾ ഫുള്ളൊന്നും അതിനുള്ളിലുള്ളത് കാണാതെ പഠിക്കേണ്ട. ഞാൻ പറയാം എന്താണ് പഠിക്കേണ്ടത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഓരോ സെക്ഷനും എന്തിനെ വേണ്ടിയിട്ടുള്ളതാണ്, എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ സെക്ഷൻ. ഇപ്പൊ സെക്ഷൻ 11 ആണ്. സെക്ഷൻ 11 ക്ലെൻലിനെസ്, ശുചിത്വം. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് എപ്പോഴും ശുചിയായിരിക്കണം. ശുചിത്വം അവർക്ക് ഹൈജീനിക് ആയിട്ട് അവർക്ക് പാലിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ അടിച്ചുവാരി തൂത്തു തുടച്ച് വൃത്തിയായിട്ട് പൊടിയും പടലങ്ങളും ഒക്കെ മാറ്റി ആഴ്ചയിൽ ഒരിക്കലും ഡിസിൻഫെക്റ്റന്റ് ചെയ്ത് അതൊക്കെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ ആധുനികമായിട്ടുള്ള ഒരുപാട് രീതികളൊക്കെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. പൊടിയും പടലങ്ങളും ഒക്കെ തൂക്കാൻ തുടക്കാനൊക്കെ. അപ്പൊ അത്തരം മെഷേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അതിനൊക്കെ വൃത്തിയായിട്ട് അടിച്ചു തൂത്തുവാരി എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ഡീപ്പ് ക്ലീനിങ് ഒക്കെ പോലെ ഇഫക്റ്റീവ് ആകുന്ന രീതിയിൽ ക്ലീൻ ആയിട്ടൊക്കെ ചുറ്റുവട്ടമൊക്കെ സൂക്ഷിക്കണം. അതല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുണ്ടാകുന്ന ശുചിത്വ കുറവൊക്കെ ചിലപ്പോ ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുന്ന എംപ്ലോയീസിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ക്ലെൻലിനെസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ശുചിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് സെക്ഷൻ 11 പറയുന്നു. ഏത് സെക്ഷനില്? ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 11 അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ക്ലെൻലിനെസിനെ കുറിച്ചിട്ടാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. സെക്ഷൻ 11 ഏതിനാണ്? ക്ലെൻലിനെസ്. അടുത്തത് സെക്ഷൻ 12 ഉണ്ട് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇൻഫ്ലുവൻസ്. വേസ്റ്റ് ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് സെക്ഷൻ 12 പറയുന്നത്. ആ ഓരോ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന സാധനവും നമ്മൾ പഠിക്കണ്ടേന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ അയ്യോ ഈ ഓരോ സെക്ഷൻ നമ്മൾ എങ്ങനെ മുഴുവൻ കാണാപ്പാടം പഠിക്കും? അങ്ങനെ വേണ്ട. സെക്ഷൻ 11 പറഞ്ഞിരിക്കുന്നത് ക്ലെൻലിനെസിനെ കുറിച്ചിട്ടാണ്. ക്ലിയർ ആയോ? പഠിക്കുന്ന രീതി ഒന്ന് ആദ്യം പറഞ്ഞു തന്നതാ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ വരെ ഇപ്പൊ എടുക്കുന്നുള്ളൂ. ക്ലെൻലിനെസ് തുടങ്ങി അടുത്ത ദിവസം എടുക്കും. അപ്പൊ സെക്ഷൻ 11 ആണ് ക്ലെൻലിനെസ്. അവിടെ വരെ നമ്മള് ഇപ്പൊ ഇന്നത്തേക്ക് നിങ്ങൾ നോക്കുക. അതിനകത്ത് ഇതിന്റെ ബുക്ക് പോലെ എവിടെ ഒരു ഫാക്ടറിയിലെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൈവറ്റ് സ്ഥലങ്ങളുണ്ട്. പ്രൈവറ്റ് അവിടെ എന്താ പറയാ കുറെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ ബെഞ്ച്, ഡെസ്ക് അതിന്റെ അടിയില്, പിന്നെ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അതിന്റെ അടിയില്, പിന്നെ പാസേജസ് ഇവിടെയൊക്കെ കൃത്യമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിടണം. എല്ലാ ദിവസവും അടിച്ചു തൂത്തി സ്വീപ്പിംഗ് അടിച്ചു തൂത്ത് വരണമെന്ന്. പിന്നെ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോ അണുക്കളൊക്കെ വരുന്ന ചില ജോലികളൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഫാക്ടറീസ് ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് അണുക്കൾ ഉണ്ടാകും. അപ്പൊ അണുക്കളെ വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് പ്രൊസീജിയേഴ്സ് അത് കഴുകി വൃത്തിയാക്കി സോപ്പോ അല്ലെങ്കിൽ സോപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും സാധനങ്ങളോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് ആവശ്യത്തിന് പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കൊടുത്തേക്കണം. എന്ന് വെച്ചാൽ ഈ അഴുക്ക് വെള്ളമൊക്കെ പുറത്തേക്ക് പുറന്തള്ളാനായിട്ടുള്ള ഡ്രെയിനേജ് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മൂടിയൊക്കെ അതും ഒക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നൊക്കെയാണ് ഈ ക്ലെൻലിനെസ് എന്ന് പറയുന്ന സെക്ഷൻ ലെവലിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ? മനസ്സിലായോ? അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ഈ പ്രൈവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ലാട്രിൻസ്, ചെറിയ കുഞ്ഞ് ഈ എന്താ പറയാ ടോയ്ലറ്റ് ലാട്രിൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് അവിടെ വരെ വായിച്ചിട്ട് വരാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ബൈ.